ഹായ് മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിൻ്റെ HS വിഭാഗം സംസ്ഥാനതല ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. CH പ്രതിഭ ക്വിസിൻ്റെയും സഹപാഠി അറിവുത്സവത്തിൻ്റെയും സ്റ്റേറ്റ് ലെവൽ വരെയുള്ള സ്കൂൾ ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോയി കാണണേ. അക്ഷരമുറ്റം സ്റ്റേറ്റ് ലെവൽ 23-നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിലൂടെ അക്ഷരമുറ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വിടും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രം ശ്രദ്ധിക്കുക. പലരുമുണ്ടിത ഞങ്ങളെ സേവിപ്പാൻ, പരമിതുപോലെ യാരിനി സ്നേഹിപ്പാൻ. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയത് ആരാണ്? ഹൂ റോട്ട് ദിസ് എബൌട്ട് ഗാന്ധി? ആൻസർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഹരിജനങ്ങളുടെ പാട്ട്. സ്വതന്ത്ര ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടി സന്ദർശനം നടത്തിയിട്ടുണ്ട്. 1961 നവംബർ 7-ന് നെഹ്റു സന്ദർശനം നടത്തിയപ്പോഴുള്ള ചിത്രമാണിത്. ഇതിലെ പ്രമുഖ വ്യക്തി ആര്? ആൻസർ ജോൺ എഫ് കെന്നഡി. പ്രമുഖ നേതാക്കളുടെ അറസ്റ്റിനെ തുടർന്ന് ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക ഉയർത്തി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സ്വതന്ത്ര സമര പോരാളി ആരാണ്? അരുണ ആസഫ് അലി. 1953 ഡിസംബർ 22-ന് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. അംഗമായ മലയാളി ആര്? സർദാർ KM പണിക്കർ. ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട നിയോജക മണ്ഡലങ്ങളും വോട്ടവകാശവും ഉദ്യോഗസ്ഥ സംവരണവും ലഭിക്കാത്തതിനെ തുടർന്ന് ഈഴവ മുസ്ലിം വിഭാഗത്തിൽ ചേർന്ന് തിരുവിതാംകൂറിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. സമരത്തിന് ഈ പേരു നൽകിയ പണ്ഡിതൻ ആര്? IC ചാക്കോ. ലങ്കയിലേക്കുള്ള ശ്രീരാമൻ്റെ ചരിത്രപ്രധാനമായ പദയാത്ര പോലെ ദണ്ഡിയിലേക്കുള്ള ഗാന്ധിജിയുടെ പദയാത്രയും സ്മരണീയമായിരിക്കും എന്ന് പറഞ്ഞതാര്? ആൻസർ മോത്തിലാൽ നെഹ്റു. എൻ്റെ ജീവിതത്തിൽ ലോക നേതാക്കളിൽ വളരെയേറെ പേരെ നേരിട്ട് അറിയുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മഹാന്മാർ എന്ന് വിവരിക്കാവുന്ന വളരെ ചുരുക്കം പേരെ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഹ്രസ്വമായ ആ പട്ടികയിൽ മഹാത്മാഗാന്ധിക്ക് പ്രഥമ സ്ഥാനം നൽകുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആരുടെ വാക്കുകളാണിത്? ആൻസർ മൗണ്ട് ബാറ്റൺ പ്രഭു. സംബാദ് കൗമുദി എന്ന ബംഗാളി പത്രത്തിൻ്റെ സ്ഥാപകനാര്? രാജാറാം മോഹൻ റായ്. വിംബിൾട്ടൺ 2024 പുരുഷ സിംഗിൾസ് ചാമ്പ്യൻ ആര്? കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് ഏത്? അമ്പലവയൽ, വയനാട് ജില്ല. വെറുപ്പിനെ പുറത്താക്കുന്ന സ്നേഹത്തിൻ്റെ സുവിശേഷം എന്ന് ഗാന്ധി തന്നെ വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ലഘുഗ്രന്ഥമേത്? ഹിന്ദ് സ്വരാജ്. കുറഞ്ഞ ചെലവിൽ വലിയ ഹോട്ടലുകളുടെ സൗകര്യം സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്തരിച്ച വ്യാവസായിക പ്രമുഖൻ രത്തൻ ടാറ്റ തുടക്കമിട്ട ഹോട്ടൽ ശൃംഖലയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഏത് പേരിലായിരുന്നു? നാനോ താജ്. ഗാന്ധി മരിച്ചു പോകും, പക്ഷേ ഗാന്ധിസത്തിന് മരണമില്ല. 1931 മാർച്ച് 25-ന് കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ ഓപ്പൺ ഫോറത്തിൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത്. ആരുടെ മരണമാണ് ഗാന്ധിജിയെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സംഭവം. ഈ വർഷത്തെ രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് US ശാസ്ത്രജ്ഞരായ ഡേവിഡ് ബക്കാർ, ജോൺ ജുംബാർ, ബ്രിട്ടീഷുകാരനായ ഡെമീസ് പിസബൂസ് എന്നിവർക്കാണ്. രസതന്ത്രത്തിനുള്ള ഏത് മേഖലയിലാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ. പ്രകടിപ്പിക്കാൻ ആവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെയാണ്, ഉപയോഗശൂന്യവും. പ്രശസ്തയായ ഒരു സാഹിത്യകാരിയുടെ വരിയാണ്. ആരുടേത്? കമലാ സുരയ്യ. ഭരണഘടനയ്ക്ക് ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആമുഖം രൂപകൽപ്പന ചെയ്ത വിശ്വവിഖ്യാത ചിത്രകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേരെന്ത്? ബിയോഹർ രാം മനോഹർ സിൻഹ. വ്യക്തിപരമായും സാമൂഹ്യമായും വിവിധ സമുദായങ്ങൾ തമ്മിൽ ആത്മബന്ധം പുലർത്താൻ ഉതകുന്ന കർമ്മ പരിപാടികൾക്ക് നാം രൂപം കൊടുക്കണം. അത് ദേശീയ പുരോഗതിക്കും ദേശീയ ഐക്യത്തിനും അനിവാര്യമാണ്. 1896-ലെ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്നും ഉയർന്നു കേട്ട വാക്കുകളാണിത്. ആരുടെ വാക്കുകളാണിത്?
റഹ്മത്തുള്ള എം സയാനി. രണ്ടാമത്തെ വയസ്സിൽ 1891 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായി. ഒട്ടാകെ നടക്കുന്ന ആ പരീക്ഷയിൽ 1-ാം ക്ലാസ്സോടെ 1-ാം റാങ്ക് നേടി പ്രശംസ പറ്റി. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവഗാഹം നേടി. റോയൽ ലിറ്റററി സൊസൈറ്റിയിൽ അംഗമായി. സർവകലാശാല ഡോക്ടറേറ്റ് നൽകി അവരെ ആദരിച്ചിട്ടുണ്ട്. സമര സേനാനിയായിരുന്ന ഈ വ്യക്തി ആരായിരുന്നു? ആൻസർ സരോജിനി നായിഡു. ഇന്ത്യയുടെ ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് 1959 ഇന്ത്യയിലെ ദൂരദർശൻ പരിപാടി ആരംഭിച്ചത്. പഴയ ദൂരദർശനി പരിപാടി പുനഃസംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ച പുതിയ ചാനലിൻ്റെ പേരെന്ത്? ആൻസർ DD റിട്രോ. മിസ്റ്റർ ഗാന്ധിയെ വ്യക്തിപരമായി അറിയാം എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ശുദ്ധനും മാന്യനും ധീരനും ഉന്നതനുമായ ഒരു ആത്മാവ് ഭൂമിയിൽ പിറവി കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. മുഴുവൻ വായിക്കണില്ല കേട്ടോ, നിങ്ങൾ വായിക്കണേ. കോൺഗ്രസിൻ്റെ ഏത് വർഷം നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്? 1909 ഡിസംബർ 27-29 ലാഹോർ. ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. നമ്മുടെ ചാനലിൽ LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. നിങ്ങൾ അറിയുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. 1942-43 കിറ്റിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അവസാന ഘട്ടത്തിൽ തൂക്കിലേറ്റപ്പെട്ട ഒരേയൊരു രക്തസാക്ഷിയായിരുന്നു ഇദ്ദേഹം. ആസാം സ്വദേശിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ പേരെന്ത്? കുശാൽ കൊൻവർ. ബംഗ്ലാദേശിനെതിരെ ഇടിവെട്ട് സെഞ്ചുറിയുമായി കേരളത്തിൻ്റെ സഞ്ജു സാംസൺ 2020 ക്രിക്കറ്റ് കളിയിലെ താരമായിരുന്നു. 11 ഫോറും 8 സിക്സറും ഉൾപ്പെടെ 11 റൺസ് 47 പന്തിൽ സഞ്ജു സാംസൺ നേടി. ആരുടെ ഓവറിലായിരുന്നു സഞ്ജു സാംസൺ അവസാനത്തെ 5 പന്തുകളും സിക്സർ അടിച്ചത്? ആൻസർ റിഷാദ് ഹൊസൈൻ. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ ഇന്ത്യയിൽ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. ആ ട്രെയിനിൻ്റെ പേരെന്ത്? ബക്രാനങ്കൽ ഡാം ട്രെയിൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും പുറത്തിറക്കിയ പ്രസിദ്ധീകരണമാണ് സ്വതന്ത്ര ഭാരത്. വാര്യർ സഞ്ജയൻ ഉൾപ്പെടെ 3 പേർ ചേർന്നാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. മൂന്നാമത്തെ ആൾ ആര്? ആൻസർ SK പൊറ്റക്കാട്. 1939 സെപ്റ്റംബർ 26 ഇംഗ്ലണ്ടിലെ ഡാർവിനിൽ വെച്ചെടുത്ത ചിത്രമാണിത്. ഗാന്ധിജിയുടെ കൂടെയുള്ള വനിത ആരാണ്? മീരാബെൻ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വിസിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.